അങ്ങനെ പറഞ്ഞ് കുറച്ചൊക്കെ അനുവിന് എരിപിരി കയറ്റുന്നത് മസ്താനിയാണെന്ന് തോന്നിയിട്ടുണ്ട്. നല്ലോണം പ്രവോക്ക് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ നല്ലോണം പ്രവോക്ക് ചെയ്യുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പാനി തല്ലണം, എന്നെ മുഖത്തേക്ക് തല്ലണം, അപ്പോഴേ എനിക്ക് ആശ്വാസമുള്ളൂ, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മസ്താനി പോണ്ടേ? മസ്താനി പോയിക്കോട്ടെ, വേഗം പോയിക്കോട്ടെ. കാരണം ഇവിടെ മസ്താനിനെ ഇഷ്ടല്ല. ഇഷ്ടമായിരുന്നില്ല. എന്താ മസ്താനി എന്താ ഇഷ്ടമില്ലാത്ത കാരണം? കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയിക്കോട്ടെ. 2 ദിവസം കൊണ്ട് നിന്നിട്ട് പോയിക്കോട്ടെ. വളരെ ഓവർ. മസ്താനി എത്രയും പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിക്കണ്ട. ഇപ്പൊ 5 വയൽക്കാട് വന്നല്ലോ, ആ വയൽക്കാട് എങ്ങനെയുണ്ട്? മോശമാണ്. മസ്താനി കുറച്ച് മോശമാണ് സംസാരത്തില്. പിന്നെ ആരാ നിഷന് ദേഷ്യം വരുന്നുണ്ട്. എല്ലാരും പിന്നെ ആരാ സാബുമാൻ. മസ്താനിയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? മസ്താനി കുറച്ച് മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വന്നപ്പോ തൊട്ടിപ്പോ വന്നിട്ടിപ്പോ കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും ഭയങ്കര ബാഡായിട്ടൊക്കെ വേർഡ്സ് ബാഡ് വേർഡ്സ് എന്നല്ല, എന്താ പറയാ, ഒരാള് പപ്പാനി പോയപ്പോ തന്നെ മസ്താനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരാള് പോകുമ്പോ അങ്ങനെ സന്തോഷിക്കേണ്ട കാര്യം തോന്നിയില്ല, അത് കുറച്ചൊരു ഓവറായ പോലെ തോന്നി. പിന്നെ നല്ലോണം പ്രവോക്ക് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ നല്ലോണം പ്രവോക്ക് ചെയ്യുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പാനി തല്ലണം, എന്നെ മുഖത്തേക്ക് തല്ലണം, അപ്പോഴേ എനിക്ക് ആശ്വാസമുള്ളൂ, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചൊരു ഇതുപോലെ തോന്നി. വയൽക്കാട് മൊത്തത്തിലൊരു സുഖമില്ല, വയൽക്കാടാണ്. ജിഷിൻ ചേട്ടൻ ആദ്യം കുറച്ച് ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷെ കൺട്രോൾ ചെയ്യേണ്ടി തോന്നുന്നു. ആൾക്ക് തെറ്റാണ് ചെയ്യണതെന്ന് തോന്നിക്കഴിഞ്ഞാല് ഇന്നലെ തന്നെ എപ്പിസോഡിൽ സോറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്, അവരൊരു തെറ്റ് ചെയ്തപ്പോ തന്നെ. അതൊക്കെ ഒരു നല്ല ക്യാരക്ടറായിട്ട് തോന്നി. ഇവിടെ മസ്താനിനെ ഇഷ്ടമല്ല. ഇഷ്ടമായിരുന്നില്ല. എന്താ മസ്താനി എന്താ ഇഷ്ടമില്ലാത്ത കാരണം? പുറത്തത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാം, നമുക്ക് അത് എലോടെ അല്ലല്ലോ, കാര്യങ്ങൾ ഷെയർ ചെയ്യണോണ്ടോ. മസ്താനെ ഇഷ്ടമല്ല. മസ്താനി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കണ്ട? പെട്ടെന്ന് പോണോ? പെട്ടെന്നല്ല, പോകും. മസ്താനെ അറിയില്ലേ? മസ്താനി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇഷ്ടാണോ? ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ അത്രക്ക് ഇഷ്ടമല്ല. എന്താ കാരണം? ഗെയിമിങ് അത്രക്ക് ശരിയല്ല. ഇവിടെ മസ്താനി എങ്ങനെയുണ്ട്? മസ്താനിനെ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മസ്താനി പോണോ? കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയിക്കോട്ടെ. 2 ദിവസം കൊണ്ട് നിന്നിട്ട് പോയിക്കോട്ടെ. അല്ല, അത് പ്രേക്ഷകരുടെ വോട്ടിംഗ് അനുസരിച്ചായിരിക്കും. പ്രേക്ഷകർ അല്ല, പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ടോ മസ്താനി പോകണമെന്ന്? 2 ദിവസം കഴിഞ്ഞാൽ പോയിക്കോട്ടെ അല്ലേ? പോയിക്കോട്ടെ, അത്ര ശരിയല്ല. അത്ര ശരിയല്ല സ്വഭാവം. അത്ര ശരിയല്ല. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മസ്താനി വളരെ ഓവർ. മസ്താനി എത്രയും പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിക്കണ്ട? അതായത് കൊച്ചിക്ക് പറഞ്ഞേക്കണം മസ്താനിയെ, കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചു വിടണോ? എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം? മസ്താനി ടോക്കൊക്കെ പുറത്തെ കാര്യമൊക്കെ പറഞ്ഞു, പിന്നെ അതിൽ തന്നെ കാട്ടണുണ്ടല്ലോ, മറ്റേ ഇങ്ങനെ അടിച്ച് മറ്റേ അപ്പാനിനെ പുറത്താക്കാൻ ആ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടില്ല. അയൽക്കാടൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം ഷോക്കാണ്, വളരെ ഷോക്കാണ്. ഈ ബിഗ് ബോസിന്റെ സീസണിലെ ഏറ്റവും വളരെ മോശപ്പെട്ട വിൽക്കാടാണ്. അതെ, അത്രയും ഷോക്ക് വിൽക്കാടാണ്. ഒന്നും ഉണ്ടാക്കിയില്ല വിൽക്കാട്. ഓക്കെ, അടുത്ത ആഴ്ച ആരും ഔട്ടാവണം? മസ്താനിയാണ് ഔട്ടാണെന്ന്? മസ്താനി. മസ്താനിയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? മസ്താനിയെ കുറിച്ചിട്ട് മസ്താനി എന്താ, ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, മസ്താനി കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇറിറ്റേറ്റിംഗ് നെഗറ്റീവ് ഒരു നെഗറ്റീവ് കണ്ടന്റ് ആണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളകത്ത് പോയി പറയുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. മസ്താനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചേച്ചിക്ക് എന്താണ് മസ്താനി? മസ്താനി ഇതാണ്, വെളിയിൽ നടക്കുന്ന അവിടെ പറയില്ലെന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കുറച്ചൊക്കെ അനുവിന് എരിപിരി കയറ്റുന്നത് മസ്താനിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു കൂടുതൽ കാര്യങ്ങൾ വഷളാവാൻ ഉള്ള പിന്നിൽ പ്രവർത്തിച്ചത് മസ്താനി എന്നുള്ളൊരു ഇതുണ്ട്. പുള്ളിക്കാരിയെ വെളിയിൽ കണ്ട ഒരു ഇന്റർവ്യൂലൊക്കെ കണ്ട ഒരു ഇതുപോലല്ല, കുറച്ച് നെഗറ്റീവ് അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഇപ്പൊ മറ്റുള്ളവനായാലും ഇപ്പൊ അവരിപ്പോ പോയപ്പോഴായാലും പുള്ളിക്കാരി ഹാപ്പിയായി അങ്ങനെ പറഞ്ഞുള്ളൂ. അവര് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ആയാലും നമ്മൾ കാണുന്നത് മറ്റേ അവര് വന്ന് പാത്രം കഴുകാനൊക്കെ പറയുമ്പം അവറ്റകളുടെ അലറൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു വാക്ക് പ്രയോഗങ്ങൾ, അതൊക്കെ കുറച്ച് മോശം.
നമ്മളെങ്ങനെ ആയെന്ന് പറഞ്ഞാലും നമ്മള് ഇതിപ്പോ ഒരു ഇതാന്ന് ഷോയാന്ന് പറഞ്ഞാലും മനുഷ്യരാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചെങ്കിലും ഒരു ഇതൊക്കെ വേണം. അങ്ങനെ നോക്കി പുള്ളിക്കാരത്തേക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. ഇറിറ്റേറ്റിംഗ് കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നുന്ന ചേച്ചിക്ക് കാണുമ്പോ ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻസ് ആരൊക്കെ? ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് അപ്പാനി ശരത്ത് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇപ്പൊ പോയി. പിന്നെ അങ്ങനെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഈ മസ്താനി ഇങ്ങനെ എല്ലാരും ഒന്ന് വെളിയിലത്തെ കാര്യം പറഞ്ഞ് ഇങ്ങനെ എന്തുവാ അവരുടേതായിട്ടുള്ള നിലപാടിൽ നിന്ന് മാറ്റി പുറത്തെ കാര്യങ്ങൾ അവരുടെ ഇതിനകത്തോട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് അവരെ അത് അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നു. മീൻസ് അവര് കണ്ടിട്ടില്ല. ഇപ്പൊ അനുമോൾ ആ പറഞ്ഞ വിഷയമായാലും മസ്താനി പറഞ്ഞതിന്റെ ബേസിക്കലാണ് അവര് അത്രയും പറഞ്ഞതൊക്കെ. ആ ഒരു ഇറിറ്റേറ്റിംഗ് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവനെ ഇങ്ങനെ പറഞ്ഞു തിരിക്കുക എന്നുള്ളത് അത് അങ്ങനെ ചെയ്യില്ല. ചേച്ചിക്ക് മോശമായിട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻസ്? എനിക്ക് ആ റെനേനെ ഇഷ്ടമല്ല. റെനേനെ ഇഷ്ടമല്ല കാരണം അവിടെ സംസാരം ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യലും മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യും. കാരണം സംസാരിക്കുന്ന രീതി ഭയങ്കര കിളികിളിക എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു വല്ലാണ്ടൊരു ഫീൽ ആകും. വേറെ എല്ലാരും നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. മസ്താനിയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? മസ്താനി അത്യാവശ്യം ബോറാണ്, പോണെന്നാണ്. നല്ല ബോറാണോ അതോ അത്യാവശ്യം ബോറാണ്? കുറച്ച് ബോറാണ്. കാരണം എന്താ പറയാ, അധികം ആക്റ്റീവായിട്ട് തോന്നാറില്ല. ഓരോരുത്തരുടെ കൂടെ നിന്ന് ഗ്രൂപ്പിസ് കളിക്കണം. അതുകൊണ്ട് പിന്നെ ഇഷ്ടം പുതിയ വേറെ ആളുകള് വന്നവര്, ഓണത്തിന് വന്നവരൊക്കെ കുറച്ച് പേര് പോകാനുണ്ടല്ലോ. ഇനിയും പോകാനുണ്ട് ആളുകൾ. ഓണത്തിന് വന്നവരൊക്കെ പോകാനുണ്ട്. ഇനി വയൽക്കാടി വന്നവരൊക്കെ പോകാനുണ്ട്. ഇനി അവരൊക്കെ പോകാനുള്ള. അല്ല, മസ്താനെ കുറിച്ച് എന്താ അഭിപ്രായം? മസ്താനി നല്ലൊരു കുട്ടിയാണ്, പേരും നല്ലതാ, നല്ല ജീവിതവുമാണ്. പിന്നെ അവരുടെയൊക്കെ പൂർവിക രഹസ്യങ്ങളൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതൊന്നും അവരങ്ങനെ കൂടുതൽ വിട്ടു പറയത്തില്ല. എല്ലാത്തിനും ഒരു ക്യാപ്പ് ഇടുമല്ലോ, അതേ രീതിയിലുള്ള മസ്താനെ കുറിച്ച് എന്താ പറയാ? അയ്യോ മസ്താനി വേണ്ട. എന്താ മസ്താനി പോണ്ടേ? മസ്താനി പോയിക്കോട്ടെ, വേഗം പോയിക്കോട്ടെ. കാരണം എന്താ വേഗം പോയിക്കോട്ടെ? അവള് ഇവിടെ ഗെയിം കണ്ടിട്ടല്ലേ അവള് കയറിയത്. പക്ഷെ അതനുസരിച്ചല്ല അവിടെ പോയിട്ട് പെർഫോം ചെയ്യുന്നത്. ചെയ്യുന്നില്ല. വെറുപ്പിക്കലാണോ? വെറുപ്പിക്കലാണ്, ഭയങ്കര വെറുപ്പിക്കലാണ്. ശരി, മസ്താനി എത്രയും പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, മസ്താനി അനുമോളൊക്കെ പോട്ടെ, അനീഷ് വിന്നർ ആയിക്കോട്ടെ. ഓക്കെ.